തിരുവനന്തപുരത്തെ SBI ട്രഷറി ശാഖ അടിച്ചു തകർത്ത് തൊഴിലാളി സംഘടനകൾ. മാനേജറുടെ ക്യാബിനും കമ്പ്യൂട്ടറും തകർത്തു. ശാഖ അടയ്ക്കാമെന്ന മാനേജറുടെ നിർദ്ദേശം തള്ളിയാണ് അക്രമം. അക്രമികളെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. രാവിലെ 10:15 15ഓളം പേർ ഉൾപ്പെടുന്ന സംഘം SBIയുടെ ട്രഷറി ശാഖയിലേക്ക് കടന്നു വന്നത്. മാനേജറുടെ മുറിയിലെത്തിയ സംഘം ക്യാബിൻ അടിച്ചു തകർത്തു. മേശയും കമ്പ്യൂട്ടറും നശിപ്പിച്ചു. ശാഖ അടയ്ക്കാമെന്ന് മാനേജർ പറഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ വകവച്ചില്ല. 10-15 പേരടങ്ങുന്ന സംഘം ബ്രാഞ്ചിലേക്ക് തള്ളിക്കയറി ഇന്ന് പണിമുടക്കാണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തെറി പറയുകയും നമ്മുടെ ജീവനക്കാരെ എല്ലാവരെയും അടക്കം തെറി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറുകയും എൻ്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ എല്ലാം എൻ്റെ സിസ്റ്റം, ഫോണ്, കമ്പ്യൂട്ടർ, ഇത് മേശപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചില്ല് ഇതെല്ലാം തല്ലി പൊട്ടിക്കുകയും ചെയ്തു. ബാങ്ക് ജീവനക്കാരുടെ 9 സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ട്രഷറി ശാഖ ഇന്നലെയും തുറന്നിരുന്നു. ഇന്നലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഇന്നും പ്രവർത്തനം തുടങ്ങിയ പിന്നാലെ അക്രമം നടക്കുകയായിരുന്നു എന്നും ജീവനക്കാർ പറഞ്ഞു. അക്രമികളെക്കുറിച്ച് വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. 2 ദിവസത്തെ പണിമുടക്കിനിടെ സംസ്ഥാനത്ത് ബാങ്ക് ശാഖയ്ക്കെതിരെ നടന്ന ആദ്യ അക്രമമാണിത്. സെക്രട്ടേറിയറ്റിന് സമീപം നഗരഹൃദയത്തിൽ തന്നെ ബാങ്ക് പ്രവർത്തിച്ചതാണ് തൊഴിലാളി സംഘടനകളെ പ്രകോപിപ്പിച്ചത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. SBI ട്രഷറി ബ്രാഞ്ചിനെതിരെ സമരാനുകൂലികൾ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. പണിമുടക്കിലും സമരങ്ങളിലും കാലോചിതമായ മാറ്റം വേണമെന്നും മിന്നൽ പണിമുടക്ക് ഒഴിവാക്കുകയാണ് വേണ്ടതെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രഖ്യാപിച്ചിട്ടുള്ള സംയുക്ത സമരസമിതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത്തരം സംഭവങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊന്നും ഈ സമരത്തിന്റെ ഭാഗമല്ല. ഒരു കാരണവശാലും ഒന്നിലും ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന് വിരുദ്ധമായി ചെയ്തവർ ആരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യും. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 2ാം ദിവസവും സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിപ്പിച്ചു. ഇന്നും പലയിടത്തും സമരക്കാർ ട്രെയിനുകൾ തടഞ്ഞു. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്തതിനാൽ പൊതുഗതാഗതം നിശ്ചലമായി. 1ാം ദിവസത്തിലെ തുടർച്ച തന്നെയായിരുന്നു പൊതുപണിമുടക്കിൽ ഇന്നും. സംസ്ഥാന വ്യാപകമായി ജില്ലകൾ തോറും ട്രെയിനുകൾ തടഞ്ഞു. ട്രെയിൻ ഗതാഗതം താറുമാറായി. സമരക്കാരെ പിന്നീട് പോലീസ് ഇടപെട്ട് നീക്കി. KSRTCയും സ്വകാര്യ ബസ്സുകളും ഇന്നും നിരത്തിലിറങ്ങിയില്ല. KSRTC ശബരിമല കേന്ദ്രീകരിച്ചാണ് സർവീസ് നടത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. കോഴിക്കോട് മിഠായി തെരുവും കൊച്ചിയിൽ ബ്രോഡ്വേയും കേന്ദ്രീകരിച്ച് കടകൾ തുറന്നു. എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയിൽ പണിമുടക്ക് ബാധിച്ചു. എന്നാൽ IT മേഖലയുടെ പ്രവർത്തനം കാര്യമായി തടസ്സപ്പെട്ടില്ല. പണിമുടക്കിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മിഠായി തെരുവും കൊച്ചി ബ്രോഡ്വേയും പോലുള്ള പ്രതിരോധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പണിമുടക്ക് കേരളത്തിൽ ഹർത്താലായി തന്നെ മാറി. പൊതുഗതാഗതം നിശ്ചലമായതും ജനങ്ങളെ വലച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയ പണിമുടക്ക് 2ാം ദിനത്തിലും ഭാഗികം. പശ്ചിമ ബംഗാളിൽ പലയിടത്തും അക്രമം റിപ്പോർട്ട് ചെയ്തു. കുച്ച് ബിഹാറിലും ഹൌറയിലും പണിമുടക്ക് അനുകൂലികൾ സർക്കാർ ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. കൊൽക്കത്തയിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയ CPM നേതാവ് സുജൻ ചക്രവർത്തി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹെൽമറ്റ് ധരിച്ച് ബസ് ഓടിക്കാനാണ് ഡ്രൈവർമാർക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ നൽകിയ നിർദ്ദേശം. ഒഡീഷയിൽ തൊഴിലാളി സംഘടനകൾ ദേശീയപാത സ്തംഭിപ്പിച്ചു. ബീഹാറിൽ പലയിടത്തും ട്രെയിൻ തടഞ്ഞു. മുംബൈയിൽ ബസ് ജീവനക്കാർ അനിശ്ചിതകാല സമരം നടത്തുന്നത് കണക്കിലെടുത്ത് സെൻട്രൽ റെയിൽവേ അധിക സർവീസ് നടത്തി. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിൽ സർക്കാരിന് അലംഭാവമെന്ന് ഹൈക്കോടതി. പണിമുടക്കും ഹർത്താലും ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ ഇടക്കാല ഉത്തരവിലാണ് ഈ പരാമർശം. പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്നവർ നിത്യച്ചെലവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൗലികാവകാശം കണക്കിലെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പണിമുടക്കിനും ഹർത്താലിനും ആഹ്വാനം ചെയ്യുന്നവർ ഇത് കാണാതെ പോകരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക സംവരണ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ 163 പേരുടെ പിന്തുണ വേണം. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു.
कहना चाहता हूं। यह विधेयक सामान्य वर्ग के गरीब लोगों को शैक्षणिक और आर्थिक सशक्तिकरण के लिए लाया गया है। इससे शैक्षणिक संस्थाओं और सरकारी सेवाओं में 10% आरक्षण देने का प्रावधान हो जाएगा। തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ധൃതി പിടിച്ച് കേന്ദ്രം ബില്ല് കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. नींद टूटी है तो इसलिए श्रेय मत लें, इस पे राजनीति है, चुनाव है, हम भी समझते हैं, आप भी जानते हैं। यहाँ बालक तो नहीं बैठे, सब लोग राजनीति करते हैं, आप ही राजनीति कर रहे हैं, पर हमारे पे दोष मत दें, आरोप मत लगाएं, ये वोट के लिए। ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് CPM-ഉം AIADMK-യും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ 2 മണി വരെ നിർത്തിവെച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരത്ത്, മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിനായുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്ന് താവർചന്ദ് ഗെഹ്ലോട്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ബില്ലിന്മേൽ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചത് എന്നത് ശ്രദ്ധേയമായി. ബിൽ ധൃതി പിടിച്ച് പാസാക്കാനാവില്ല എന്നും കൂടുതൽ ചർച്ചകൾ വേണം എന്നുമുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. AIADMK സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് 2 മണി വരെ സഭാ നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളത്. CPI-ഉം സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വിഷയം കൂടുതൽ ചർച്ച ചെയ്യണമെന്നും സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുമുള്ള സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നില്ലല്ലോ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഭരണപക്ഷത്തിൽ നിന്ന് ഉണ്ടായത്. എന്തായാലും സഭാ നടപടികൾ ശാന്തമായി നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. വോട്ടെടുപ്പ് നടപടികൾ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടത്തണമെന്ന് തന്നെയാണ് സഭാചട്ടം. അതുകൊണ്ട് തന്നെ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വോട്ടെടുപ്പ് നടന്നാൽ തന്നെ ഇന്നലെ പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ച സമീപനം തന്നെ ആവർത്തിക്കും എന്നതിന് ഇപ്പോൾ വ്യക്തതയില്ല. നേരത്തെ 11 മണിക്ക് രാജ്യസഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരുന്നു. സഭാ നടപടികൾ ഒരു ദിവസം നീട്ടിവെച്ചത് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത നടപടിയായി പോയി. പ്രതിപക്ഷത്തോട് ആലോചിച്ചതിന് ശേഷമല്ല ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം. ഇന്നലെ ലോക്സഭ പാസാക്കിയ പൗരത്വ ബില്ലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ നിലവിലെ സാഹചര്യവും ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ സഭയിൽ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു. രാജ്യത്തെ സംരക്ഷിക്കൂ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മുദ്രാവാക്യം മുഴക്കിയതിനെ തുടർന്ന് നേരത്തെ സഭാ നടപടികൾ 12 മണി വരെ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ശരത്. ശരി അഭിലാഷ്. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ അലോക് വർമ്മ വീണ്ടും CBI ഡയറക്ടറുടെ ചുമതല ഏറ്റെടുത്തു. വർമ്മയ്ക്ക് എതിരായ ആരോപണങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി അംഗമായ സെലക്ട് കമ്മിറ്റി ഇന്ന് രാത്രി യോഗം ചേരും. കേസിൽ വിധി പ്രസ്താവിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സമിതിയിലേക്ക് പകരക്കാരനായി ജസ്റ്റിസ് AK സിക്രിയെ നിർദ്ദേശിച്ചു. അലോക് വർമ്മയെ CBI ഡയറക്ടറുടെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി ഇന്നലെയാണ് റദ്ദാക്കിയത്. രാവിലെ CBI ആസ്ഥാനത്തെത്തിയ വർമ്മയെ ഡയറക്ടറുടെ ചുമതല വഹിച്ചിരുന്ന നാഗേശ്വർ റാവു സ്വീകരിച്ചു. നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് വർമ്മയെ കോടതി വിലക്കിയിട്ടുണ്ട്. എങ്കിലും റഫാൽ ഇടപാടിൽ പ്രാഥമിക അന്വേഷണത്തിന് വർമ്മ ഉത്തരവിടുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. അലോക് വർമ്മയ്ക്കെതിരായ അഴിമതി ആരോപണം പരിശോധിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതി അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം ചേരണമെന്നായിരുന്നു കോടതി ഉത്തരവെങ്കിലും വർമ്മ സർക്കാരിനെതിരായ തീരുമാനമെടുക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഉടൻ യോഗം വിളിച്ചത്. സമിതിയിലംഗമായ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പകരക്കാരനായി 2ാമത്തെ മുതിർന്ന ജഡ്ജി AK സിക്രിയെ ചുമതലപ്പെടുത്തി. അലോക് വർമ്മയുടെ ഹർജിയിൽ വിധി പ്രസ്താവിച്ചതിനാലാണ് ചീഫ് ജസ്റ്റിസിന്റെ പിന്മാറ്റം. ജസ്റ്റിസ് സിക്രിക്കൊപ്പം പ്രധാനമന്ത്രി ലോക്സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ മല്ലികാർജുൻ ഖാർഗെ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഖാർഗെ അലോക് വർമ്മയെ പിന്തുണയ്ക്കാനും പ്രധാനമന്ത്രി എതിർക്കാനും സാധ്യതയുള്ളതിനാൽ ജസ്റ്റിസ് സിക്രിയുടെ നിലപാട് നിർണായകമാകും. M. ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി. ശബരിമല വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് BJP MP-മാർ രാഷ്ട്രപതിയെ കണ്ടു. സ്ത്രീ പ്രവേശനത്തിൽ ഓർഡിനൻസ് കൊണ്ടുവരുന്ന കാര്യം രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് BJP MP സരോജ് പാണ്ഡെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ വിശ്വാസികൾക്ക് എതിരെ സ്വീകരിച്ച നടപടികൾ രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തി. എന്നാൽ രാഷ്ട്രപതി ഭരണമെന്ന ആവശ്യം ഉന്നയിച്ചില്ലെന്നും MP-മാർ അറിയിച്ചു. The atheist government, the government of non-believers, are trying to break the traditions, the Hindu traditions of Sabarimala. So we have requested him to intervene in the matter and assess the situation and do whatever is required to be done to uphold that the rule of law prevails. कुछ विषय जो हमें रखना था हमने रख दिया है.
വിവരങ്ങളുമായി ഇപ്പോൾ എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, അതായത് ഈ പരാതി പറഞ്ഞതിനപ്പുറത്തേക്ക് പാർലമെന്റിൽ പറഞ്ഞതുപോലെ ഇടത് സർക്കാരിനെ പിരിച്ചുവിടണം എന്നതുപോലെയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും രാഷ്ട്രപതിക്ക് മുമ്പാകെ ഈ സംഘം ഉന്നയിച്ചിട്ടില്ലെന്നാണോ? ശരത്, അത് തന്നെയായിരുന്നു കാത്തിരുന്ന് കാണേണ്ട കാര്യം. കാരണം രാഷ്ട്രപതി ഭരണം വേണമെന്ന് പാർലമെന്റിൽ BJPയുടെ MP നിഷികാന്ത് ദുബെ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു ആവശ്യം രാഷ്ട്രപതിക്ക് മുമ്പാകെ തന്നെ ഉന്നയിക്കുമോ BJPയുടെ പ്രതിനിധി സംഘം എന്ന് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം BJP ഔദ്യോഗികമായി ഉന്നയിക്കുന്നില്ല എന്ന് തന്നെ വേണം നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകാൻ. ഇന്നിപ്പോൾ സരോജ് പാണ്ഡെ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ എന്നാണ്. BJP അധ്യക്ഷൻ ശ്രീധരൻപിള്ള രാവിലെ പറഞ്ഞത് ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്തുകൊണ്ട് ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതായിരുന്നു. ഏതായാലും ആ വിഷയം ഉന്നയിച്ചിട്ടില്ല. മറ്റ് അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ അതടക്കമുള്ള കാര്യങ്ങളാണ് രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് സാധ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് BJP പ്രതിനിധി സംഘത്തിന്റെ ആവശ്യം. BJP അധ്യക്ഷൻ അമിത്ഷാ നേരത്തെ തന്നെ MP-മാരുടെ സംഘത്തെ ശബരിമലയിലേക്ക് അയച്ചിരുന്നു. ആ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി രാഷ്ട്രപതിക്ക് കൈമാറിയിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് കേന്ദ്ര സർക്കാരിനും ഭരണഘടനാപരമായ ഇടപെടലിന് സാധ്യതയുണ്ടെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ആ ഇടപെടൽ രാഷ്ട്രപതി ഭരണമാണെന്ന് സമ്മതിക്കാൻ അവർ ഈ ഘട്ടത്തിൽ തയ്യാറല്ലതാനും. ഒപ്പം ഓർഡിനൻസിനുള്ള സാധ്യതയെപ്പറ്റി രാഷ്ട്രപതിയോട് ചർച്ച ചെയ്തുവോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ചില വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ തയ്യാറായിട്ടുള്ളൂ നേതാക്കൾ. ശരി ഉണ്ണി. കൊല്ലം ബൈപ്പാസ് വിവാദത്തിൽ NK പ്രേമചന്ദ്രൻ MPയെ രൂക്ഷമായി വിമർശിച്ചും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തും മന്ത്രി G സുധാകരൻ. MPയുടെ ഓവർപ്ലേക്ക് പിന്നിൽ മറ്റു താൽപര്യങ്ങളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വികസന കാര്യങ്ങളിൽ വിവാദം ആഗ്രഹിക്കുന്നില്ലെങ്കിലും കൊല്ലം ദേശീയപാതയുടെ ഭൂരിഭാഗം ജോലികളും ചെയ്തത് ഇടതു സർക്കാരാണെന്ന് G സുധാകരൻ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പണി പൂർത്തിയാകാത്ത പാലമാണ്. പണി പൂർത്തിയായെന്ന് പറയാൻ MPക്ക് എന്തധികാരമെന്നും മന്ത്രി. കാരണം ഇത് ജനുവരി ഒടുവിലെ ഇത് പൂർത്തിയായി എന്ന് വെറുതെ കളവ് പറയുകയാണ്. അവിടുത്തെ MP ഇങ്ങനെ നടന്ന് പറയുകയാണ് പൂർത്തി. അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ഔദ്യോഗികമായി പറയേണ്ടത് MP-മാരാണ്. ഈ പാലം ഞാൻ മോഡിജി വരുന്നുണ്ട്, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, തീരത്തില്ലത്. ഈ കാര്യമാണ് അവിടുത്തെ MP പറയേണ്ടത്. ഉദ്ഘാടനത്തിന് 3 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി സമയം അനുവദിച്ചതാണ്. കേന്ദ്രമന്ത്രി ഗഡ്കരിയെയും സർക്കാർ ക്ഷണിച്ചു. എന്നാൽ ദേശീയപാത ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമുണ്ടെന്ന് ജനുവരി 1 ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. മുഖ്യമന്ത്രി അപ്പോൾ തന്നെ അത് സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടിയുടെ വിശദാംശങ്ങൾ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും G സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാടിനെ സംരക്ഷിക്കാൻ കരിമണൽ ഖനനത്തോടെ ഒരു ഭൂപ്രദേശം തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്ത്. വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഖനനം IRE നിർത്തിവെക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. സേവ് ആലപ്പാട് എന്ന ഹാഷ്ടാഗിൽ സമൂഹമാധ്യമങ്ങളിലും ശ്രദ്ധ നേടിയ സമരം 70ാം ദിവസത്തിലേക്ക് കടന്നു. തീരപ്രദേശമായ ആലപ്പാട് പഞ്ചായത്തിലെ 89.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് IREയുടെ ഖനനം. ഇതിൽ ഇനി 7.6 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഖനനത്തിന് ബാക്കി. അതായത് ആലപ്പാട് പഞ്ചായത്തിന്റെ 10ൽ 9 ഭാഗവും ഖനനം നടത്തി കഴിഞ്ഞു. ബാക്കി ഖനനം കൂടി പൂർത്തിയാകുന്നതോടെ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ജനകീയ സമരസമിതി മുന്നോട്ട് വെക്കുന്ന ആശങ്ക. കരിമണൽ ഖനനം നിർത്തിവെച്ചാൽ മാത്രമേ ഈ നാടിന് ഇനി രക്ഷയുള്ളെന്നുള്ള രീതിയിൽ എത്തിക്കഴിയും. കാരണം ഇനി ഈ പ്രദേശം പോയി കഴിഞ്ഞാൽ നമ്മുടെ കായലിന് കിഴക്കുള്ള ഉണാട്ടുകര, കുട്ടനാട് പ്രദേശങ്ങൾ, സമുദ്ര ജലനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കടൽ വെള്ളത്തിനടിയിലാകും ഈ മനുഷ്യരോടൊപ്പം തന്നെ. തീരദേശ പരിപാലന നിയമം, തണ്ണീർത്തട നിയമം തുടങ്ങിയവ ലംഘിച്ചാണ് IREയുടെ ഖനനമെന്നും സമരസമിതി ആരോപിക്കുന്നു. സമരത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണത്തിന് പിന്തുണ അറിയിച്ച് സിനിമാ താരങ്ങളും. ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, സണ്ണി വെയിൻ എന്നിവർ ഉൾപ്പെടെയുള്ള താരങ്ങളാണ് പിന്തുണയുമായി രംഗത്തെത്തിയത്. ആലപ്പാടിനെ കരിമണൽ ഖനനത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ആലപ്പാട് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പ്രചാരണമാണ് നടക്കുന്നത്. ഇതിന് പിന്തുണ അറിയിച്ചാണ് സിനിമാ താരങ്ങളും രംഗത്തെത്തിയത്. ആലപ്പാട്ടെ ജനത നടത്തുന്ന സമരം കാണാതിരിക്കാനാകില്ലെന്നും ഇത് കേരളത്തിന്റെ മുഖ്യധാരാ പ്രശ്നമായി കാണേണ്ടതുണ്ടെന്നും ടൊവിനോ തോമസ്. ആലപ്പാടിനെ രക്ഷിക്കാനുള്ള ക്യാമ്പയിനിൽ താനും പങ്കുചേരുന്നുവെന്ന് പറഞ്ഞ് സണ്ണി വെയിനും ഫേസ്ബുക്കിലൂടെ വീഡിയോ പങ്കുവച്ചു. കേരളം പ്രളയത്തിൽപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഓടിയെത്തിയവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് ആ തീരദേശ ഗ്രാമം വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും
ശബ്ദം അവർക്ക് വേണ്ടി ഉയരേണ്ട വലിയൊരു ആവശ്യകതയുണ്ട്. സോ ഞാൻ അവരോടൊപ്പം ഉണ്ട്, നിങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റോപ്പ് മൈനിങ്, സേവ് ആലപ്പാട്. ആലപ്പാട് വിഷയത്തിൽ തന്റെ പിന്തുണയുണ്ടെന്നും ആവശ്യമായ നടപടിയെടുക്കും വരെ നമുക്ക് ശബ്ദിച്ചുകൊണ്ടിരിക്കാമെന്നും പൃഥ്വിരാജ്. നടിമാരായ അനു സിത്താര, ആര്യ എന്നിവരും പിന്തുണ അറിയിച്ചു. ആലപ്പാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ആലപ്പാട്, സ്റ്റോപ്പ് മൈനിങ് എന്നീ ഹാഷ്ടാഗുകളും സൈബർ ലോകത്ത് വൈറലാകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.